ഉറപ്പ് സിറാത്തിലും എന്താണ്? അതിൽ വ്യക്തിയോട് സ്നേഹമുണ്ടോ? ഹാലിന്റെ ഉറപ്പ് സിറാത്തിലാണ്. സിറാത്തുപാലം വിട്ടുകിടക്കുമ്പോ ഈ മഹാന്മാരുടെ തണലിലായി അങ്ങോട്ടും വേഗത്തിൽ പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് സമയത്തും ഉണ്ടാകുന്ന നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് അഹ്ലു ബൈത്ത്. അതുകൊണ്ട് മഹാനായ തങ്ങളവരുടെ ഈ മജ്‌ലിസ്, രണ്ടു നേരമുള്ള നമ്മുടെ ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസ്, ഒരുപാട് സ്വലാത്തുകളാണ് നമ്മൾ ചെല്ലുന്നത്, ഒരുപാട് സ്വലാത്തുകളാണ് നമ്മുടെ നാവിലൂടെ വരുന്നത്. ഏത് സമയത്താണെങ്കിലും, ഏത് പാതിരാ സമയത്ത്, ഏത് യാത്രയിലാണെങ്കിലും ശരി, നമുക്ക് വേണ്ടി ആ സ്വലാത്തിന്റെ സമയം മഹാനായ തങ്ങളവർ നീക്കി വെക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സ്വഹാബത്തിന്റെ സദസ്സിൽ എന്ന് പറഞ്ഞില്ലേ, സ്വഹാബാക്കളോട് അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് കൈഫ തുഹറു അലൈക സലാത്തുനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് നബിയെ? വഖദ് അറംത, അങ്ങയുടെ ശരീരം അത് മണ്ണുമായി പോകൂലേ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഭൂമിക്ക് പ്രവാചകന്മാരുടെ ശരീരത്തെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് ആ ഭൂമിയുടെ റസൂൽ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ധാരാളം സലാത്തുകളാണ്, ഒരുപാട് സലാത്തുകളാണ്. മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി പറഞ്ഞു, മൻ സല്ല അലൈഹി ഫീ കുല്ലി യൗമിൻ 10 മററാത്ത്, ഒരു ദിവസം 10 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, ഒരു 10 സ്വലാത്തെങ്ങാനും ഒരു ദിവസം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീൽ പറയുകയാണ്, നബിയേ അന ആഖിദുൻ ബിയദി, ഞാൻ അവന്റെ കൈ പിടിക്കും നബിയേ, ഫതജാവസ് അൻഹു അലസ്സിറാത്ത്, അവന്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് പാലത്തിലൂടെ ഞാൻ നടത്തും നബിയേ. അത് കേട്ടപ്പോ മീകായിൽ തൊട്ടപ്പുറത്തുണ്ട്, മീകായിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഒരു 10 സ്വലാത്തെങ്ങാനും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ നബിയേ ഞാൻ അവനെ കുടിപ്പിക്കും നബിയേ, ഹൗദുൽ കൗസറിൽ ഞാൻ അവനെ വെള്ളം കുടിപ്പിക്കും നബിയേ. അപ്പൊ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയേ ഒരു 10 സ്വലാത്തെങ്ങാനും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഞാൻ അവനിക്ക് വേണ്ടി സുജൂദിൽ കിടക്കും നബിയേ, എന്നിട്ട് അവന്റെ പാപങ്ങളെ പുറത്തു തരാൻ അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കും നബിയേ. അപ്പോഴാ അസ്രായീൽ വന്നിട്ട് പറഞ്ഞത്, നബിയേ ഒരു 10 സ്വലാത്ത് മൻ സല്ലല്ലാ അലൈഹി ഫീ കുല്ലി യൗമിൻ 10 മററാത്ത്, ഒരു 10 സ്വലാത്ത് ഞാൻ ചൊല്ലിയാൽ നബിയേ, ഞാൻ അവന്റെ റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അമ്പിയാക്കന്മാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ ഞാൻ അവന്റെ റൂഹിനെ പിടിക്കും നബിയെ എന്ന് മലക്ക് അസ്രായീൽ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഈ നേതൃത്വത്തിലുള്ള ഈ മജ്‌ലിസും സ്വലാത്തും അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു മഹാനവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേപ്പറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കളുടെ കല്യാണം വരാൻ പോവുകയാണ്. അടുത്ത നമ്മുടെ മജ്‌ലിസ് അൽഹംദുലില്ലാഹ് പ്രൗഢമായ മജ്‌ലിസാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംഭാവനകളും, നിങ്ങൾ കൊടുക്കുന്ന ഓരോ സംഖ്യവും അതൊന്നും വെറുതെയല്ല, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്കുള്ള പ്രതിഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് കൊടുക്കുക. മഹാനായ തങ്ങളവരുകൾ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കന്നെ, ഒരു സാമ്പത്തിക ചിന്തക്കന്നെ അല്ല, നമുക്കറിയാം ഒരു ചൂഷണവും ഇതിന്റെ പിന്നിലില്ല. നമ്മുടെ ഹബീബിന്റെ ഒറ്റ ലക്ഷ്യം മാത്രം, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കണം, ഹബീബിന്റെ അടുത്ത് നമുക്ക് എത്തണം, ഹബീബിനെ നമുക്ക് മനാമിൽ കാണണം, ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് മുട്ടണം. അത് അള്ളാഹു കാരണമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.